മഅ്സൂറായ ദുആയാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പഠിച്ചു. ആ ദുആ പരിപൂർണമായും അറിയാത്തവരാവാം ഇപ്പം മയ്യിത്ത് നിസ്കാരത്തിലൊക്കെ കൂടുന്ന മിക്ക ആളുകളും. പിന്നെ ഇപ്പം അവിടെ നിന്ന് അങ്ങനെ ചൊല്ലിക്കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഒരു തനബ്ബുഹ്, ഒരു ഉണർത്തലെന്ന് മാത്രം. ഉണർത്തി കൊടുത്തുകൊണ്ട് അത് ഫുള്ള് കിട്ടുമോ? എന്നിട്ട് കിട്ടൂല. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ആ നിർബന്ധമായ ദുആയിൽ ഏറ്റവും അഖല്ല്, നിർബന്ധമായ ദുആയിൽ ഏറ്റവും കുറഞ്ഞ രൂപം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോട്ടെ. എന്നാലും മയ്യത്തിന് എന്തായി? പ്രാർത്ഥന കിട്ടി. അത് ഏറ്റവും കുറഞ്ഞതാണ്. പരിപൂർണമായ ദുആ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു. മയ്യത്തിനുള്ളതായ പ്രാർത്ഥന, ഈ മയ്യത്തിൻ്റെ ദോഷങ്ങളൊക്കെ ശുദ്ധിയാക്കി കൊടുക്കണം. വെള്ള വസ്ത്രത്തിൽ ചളിയായാൽ അത് ശുദ്ധിയാക്കും പ്രകാരം ഈ മയ്യത്തിന് നീ ശുദ്ധിയാക്കി കൊടുക്കണം എന്ന ദുആ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു വഫിത്നതിഹി, ഖബറിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, ഖബറിൻ്റെ വമിൻ അദാബിന്നാർ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഈ മയ്യത്തിന് നീ സംരക്ഷണം നൽകണേ എന്നും പറഞ്ഞ് നമ്മൾ ദുആ ചെയ്തു വെച്ചതാ. മക്കത്തും മദീനത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വഖത്തിനും മയ്യത്ത് നിസ്കാരങ്ങൾ ഉണ്ടാകും. ഒരുപാട് മയ്യത്തുകൾ. അതിൽപ്പെട്ടൊരു മയ്യത്താകാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നല്ല രസം അവിടെ പോയി മരിച്ചാൽ. മദീനത്ത് പോയി മരിക്കണമെങ്കിൽ കഴിയുമെങ്കിൽ അവിടെ പോയി മരിക്കട്ടെ എന്ന് ഈ കിതാബിൽ പറയുന്നുണ്ട്. വറുവിയ അഹ്മദ് വത്തിർമിദി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഇസ്തതഅ മിൻകും അൻ യമൂത ബിൽ മദീന, മദീനയിൽ പോയി മരിക്കാൻ നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഫൽ യമുസ് ബിഹാ, അവിടെ ചെന്ന് മരിക്കട്ടെ. എന്തിനാണത്? ഫഇന്നി അശ്ഫഉ, തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യും, ലിമൻ യമൂതു ഫീഹാ, മദീനയിൽ മരിക്കുന്ന ആൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, രണ്ടാലൊരു ഹറമിൽ വെച്ച് ഉണ്ടാ മൻ സാറനി ബഅദ മൗതി, എന്നെ എൻ്റെ വഫാത്തിൻ്റെ ശേഷം ഒരാൾ സിയാറത്ത് ചെയ്താൽ ഫകഅന്നമാ സാറനി ഫി ഹയാത്തി, എൻ്റെ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചതുപോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ നബിതങ്ങൾ വഫാത്തായിട്ട് കുറേ വർഷങ്ങളായല്ലോ. ഇപ്പോൾ ഉംറക്കൊക്കെ പോയി സിയാറത്തിന് പോകുന്ന ആളുകൾക്ക് പറയാം, ഞാൻ റസൂലുള്ളാഹിനെ ജീവിതത്തിൽ സന്ദർശിച്ചു. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എന്നിട്ട് അവിടെ പറയുന്നു വമൻ മാത ബി അഹദിൽ ഹറമൈൻ, രണ്ടാലൊരു ഹറമിൽ ചെന്ന് ആരെങ്കിലും മരിച്ചാൽ, രണ്ടാലൊരു ഹറം പറഞ്ഞാൽ മക്ക മദീന, മരിച്ചാൽ കുന്തു ലഹു ഷഫീഅൻ യൗമൽ ഖിയാമ, ഞാൻ അവനിക്ക് ഖിയാമത്ത് നാളിൽ ഷഫീആയിട്ട് വരും, റെക്കമെൻഡ് ചെയ്യുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. അപ്പൊ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ മയ്യത്തിനങ്ങോട്ട് ആകെ സ്ഫുടം ചെയ്യാണ്. മയ്യത്ത് ഇപ്പൊ ഏത് കോലത്തിലാ ജീവിച്ചു നമുക്കറിയില്ലല്ലോ. പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുടെ നാവിലൂടെ ഈ ദുആ അങ്ങ് വന്നാൽ പടച്ചോൻ സ്വീകരിക്കാതിരിക്കുവോ? അത്ര വലിയ കടുംപിടുത്തക്കാരനല്ലല്ലോ പടച്ചോൻ. അപ്പൊ അള്ളാഹുവിനോട് കുറേ മുഅ്മിനീങ്ങൾ, അത് ദ്വാരക്കാൻ പറ്റിയ ആളുകളാവണം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, കുറേ ആളുകൾ കൂടിയതുകൊണ്ട് കാര്യമില്ല. ആളുകളെ കൂട്ടത്തിൽ നിക്കരിച്ചാൻ അറിയുന്ന, ശുദ്ധിയുള്ള, വെടുപ്പുള്ള, വൃത്തിയുള്ള, അറിവുള്ള, പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ അറിയുള്ള ഒരാളായി കഴിഞ്ഞാൽ, മൗമൂമായി കഴിഞ്ഞാൽ വലിയ ഖൈറ. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് വയസീദു അലൈഹി നദ്ബ, ആ ദുആ കഴിഞ്ഞിട്ട് സുന്നത്തായിട്ട് ഇനിയും ദുആ വർദ്ധിപ്പിക്കാം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ വസഈരിനാ വകബീരിനാ വദകരിനാ വഉൻസാനാ. اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان. അല്ലാഹുവേ ഇഗ്ഫിർ ലി ഹയ്യിനാ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണേ, വ മയ്യിതിനാ, ഞങ്ങളിലുള്ള മയ്യിത്തിനും നീ പുറത്തു കൊടുക്കണേ,
വഷാഹിദിന ഞങ്ങളിൽ ഇവിടെ പങ്കെടുത്തവർക്ക് പുറത്തു കൊടുക്കണേ, വആഇബിന ഞങ്ങളിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിയാതെ പുറത്തുള്ള ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ, വസഈരിന ഞങ്ങളിലുള്ള കുട്ടികൾക്ക് നീ പുറത്തു കൊടുക്കണേ, വകബീരിന ഞങ്ങളിലുള്ള വലിയവർക്കും നീ പുറത്തു കൊടുക്കണേ, വദകരിന ഞങ്ങളിലുള്ള ആണുങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, വഉൻസാന ഞങ്ങളിലുള്ള പെണ്ണുങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ. എന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഞങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ നീ ജീവിപ്പിക്കുന്നത് എങ്കിൽ ഫഅഹ്യിഹി അലൽ ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമിന്റെ ലേബലിലായി ഇസ്ലാമിക ജീവിതം നയിക്കുന്ന ഒരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ. വമൻ തവഫൈതഹു മിന്നാ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നീ മരിപ്പിക്കുകയാണെങ്കിൽ ഫതവഫഹു അലൽ ഈമാൻ ഈമാനോട് കൂടെ മൗത്താക്കണേ റബ്ബേ. ഈ ദുആ കൂടുതലാക്കൽ സുന്നത്തുണ്ട്. ഇതൊക്കെ തന്നെ കാരണം മക്കത്ത് മൂന്നാമത്തെ റക്അത്ത് മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം നാലാമത്തെ തക്ബീറിലേക്കാണ് ഇമാമ് പോകാൻ കുറേ സമയം പിടിക്കും. അപ്പം ഇതൊക്കെ ദുആർക്കാണേ. ഹറമത്തെ ഇമാമുകൾ ഒരുപാട് ദുആർക്കും. ഇനിയുണ്ട് ദുആ, ഇനി കുട്ടിൻ്റെ ദുആ ദുആർക്കുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഇതൊക്കെ നമ്മളെ ആളുകൾക്ക് അറിയണം, നമ്മളതൊക്കെ ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മയ്യത്തായാൽ ആരാ മയ്യത്ത് നിസ്കരിക്കാൻ കടമപ്പെട്ടവർ എന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ്സിൽ ശേഷം വരുന്നുണ്ട്. അപ്പോഴൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും, ബാപ്പ മരിച്ചാൽ മോനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, മോന് നിസ്കരിക്കാൻ പറ്റുന്ന ആളാണോ അല്ലേ എന്നൊക്കെ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിച്ച് ജീവിതം നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നല്ലൊരു മാസമാണ്. ഈ മാസത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ഇറക്കി തരുന്നുണ്ട്. അത് ചോദിച്ചു വാങ്ങാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറക്കുന്ന ബർക്കത്തുകളൊക്കെ നൽകണേ റഹ്മാനെ. ഈ മാസം ഞങ്ങൾക്ക് ഖൈറാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, റജബില് ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് കൂലികളും നൽകുന്ന മാസമാണ്. സാധുക്കളായ ഞങ്ങൾക്കൊക്കെ അത് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുപാട് മയ്യത്തുകളുണ്ട്. ഞങ്ങളെ വാപ്പന്മാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ചില ആളുകളെ ഭാര്യമാരുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖബർസ്ഥാനിലും മറ്റുള്ള ഖബർസ്ഥാനിലും വിശ്രമിക്കുന്ന എല്ലാ മയ്യത്തുകൾക്കും ഇതിന്റെ ഫലം എത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് ക്രൂരത കാട്ടിയ അമേരിക്കയെ ഇപ്പൊ പടച്ചോൻ നല്ല തീ കൊണ്ട് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്. അല്ലാത്തവർക്ക് നീ ശിക്ഷ നൽകണേ അല്ലാഹ്. അർഹമുർ റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവിധ കാവലും നൽകണേ റഹ്മാനെ. അർഹമുർ റഹ്മാനായ റബ്ബേ, സ്വകാര്യമായി മറച്ചു വെച്ച ഒരുപാട് രോഗികളുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. പുറത്ത് പറയാൻ മടിയുള്ള രോഗങ്ങൾ എല്ലാം നീ ശിഫയാക്കണേ റബ്ബേ. എല്ലാ വേദനകളും യാതനകൾക്കും ആജിലായ ശിഫ നൽകണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു സഹോദരൻ സ്ട്രോക്ക് സംഭവിച്ച ആശുപത്രിയിലാണ്. അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. ആജിലായ ശിഫ കൊടുക്കണേ റഹ്മാനെ. മണിമൂളിയിൽ ഒരു ചെറുപ്പക്കാരന്റെ കാല് മുറിക്കാൻ വേണ്ടി തീരുമാനിട്ടിട്ടുണ്ട്. വലിയ പൈസ വേണം, ചെലവാണൊക്കെ പറഞ്ഞ ആ കുട്ടിന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്. കാലിന്റെ വേദന നീ ശിഫയാക്കണേ അല്ലാഹ്. നമ്മൾ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നട്ടലിൽ നിന്ന് നീര് കുത്തിയെടുത്തിട്ട് 2 ദിവസമായിപ്പോ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. 13 ഒരു കുട്ടി അവിടെ അഡ്മിറ്റായി കിടക്കണം. അല്ലാഹുവേ, നീ ആ റിസൾട്ട് വരുമ്പോൾ ഒരു രോഗമായി നീ കണക്ക് കൂട്ടല്ല റഹ്മാൻ. അതിൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നീ പരിഹരിക്കണേ റഹ്മാൻ. വലിയ മാറാ രോഗമായി നീ കൂട്ടല്ല അല്ലാഹ്. ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാൻ. നിന്റെ കടുത്ത പരീക്ഷണത്തിൽ നിന്ന് എല്ലാവർക്കും മോചനം നൽകണേ റഹ്മാൻ. അള്ളാഹുവെ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ ഇന്നോളം വരെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അറിയാത്ത ഭാഗത്തിലൂടെ അതിനുള്ള സുഹൂലിയത്ത് നീ നൽകണേ അല്ലാഹ്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ. തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖനാ വഇയ്യാഹും ബിസ്സാലിഹീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ الراحمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.